السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പ്രിയമുള്ള സഹോദരന്മാരെ, ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പേജുകളോളം ചർച്ച ചെയ്തിട്ടുള്ള സക്കാത്ത് സംവിധാനത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞു വെച്ചത്. നമ്മളുമായി ബാധിക്കുന്ന കച്ചവട ചരക്കിൻ്റെയും കറൻസിയുടെയും സ്വർണം, വെള്ളി തുടങ്ങിയ ഇനങ്ങളുടെ അതിൻ്റെ തുകയും കൊടുക്കേണ്ട രീതിയുമൊക്കെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. തീർച്ചയായും നമ്മളിൽ നിന്ന് ഇനി ഉണ്ടാവേണ്ടത് അതിൻ്റെ വ്യവസ്ഥാപിതമായ വിതരണ രീതിയാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. കൃത്യമായി ഇസ്ലാം ഉദ്ദേശിക്കുന്നത് പോലെ സക്കാത്ത് സംവിധാനത്തിൻ്റെ വ്യവസ്ഥാപിതമായ വിതരണം നടക്കുന്നിടങ്ങളിലെല്ലാം സമൂഹത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വലിയ ഒരു തുണയായും തണലായും സക്കാത്ത് സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തൊക്കെ മുആവിയ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവരെ വിവിധ പ്രവിശ്യകളിലേക്ക് ഗവർണറായി നിയമിച്ചപ്പോൾ കൃത്യമായി സക്കാത്ത് വിതരണം നടന്നതിൻ്റെ ഭാഗമായി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നീട് സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ വന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ 5ാം ഖലീഫയായി അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കാലഘട്ടത്തിലും ഭരണം നടന്നപ്പോഴും സക്കാത്ത് സംവിധാനം അത് കൃത്യമായ വിതരണത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ലാതെയായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മുടെയൊക്കെ അയൽപ്പക്കങ്ങളിലും അതുപോലെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെയായി ധാരാളം കഷ്ടതകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെ നമുക്കൊക്കെ അറിയും. അതല്ലെങ്കിൽ നമ്മളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരുപാട് അർഹരായ അവകാശികൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് തന്നെ സക്കാത്ത് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. സക്കാത്ത് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നും കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ ഏതൊരു നാട്ടിലാണോ നിലകൊള്ളുന്നത് ആ നാടിൻ്റെ പരിസരത്തുള്ള ആ നാടിൻ്റെ അകലുകാർക്കാണ്, അവിടെയുള്ള അവകാശികളായ ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം ആ കച്ചവട സ്ഥാപനത്തിൽ മോഹിക്കുന്നതും ആ കച്ചവട സ്ഥാപനത്തിന് അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കുന്നതുമൊക്കെ ആ നാട്ടുകാരായതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ആ സക്കാത്ത് അത് നമ്മുടെ ഒരു നിർബന്ധ ഘടകമാണ്, അല്ലെങ്കിൽ നിർബന്ധ ബാധ്യതയാണെന്ന തിരിച്ചറിവോടുകൂടെ തന്നെ പ്രവർത്തിക്കാൻ കഴിയണം. അത് കൊടുത്ത് വീട്ടുന്നില്ലെങ്കിൽ ദുന്യവിയായും ഉഖ്റവിയുമായിട്ടൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി ഇബാദൻ ഇഖ്തസഹും ബിന്നിഅമി ലിമനാഫിഇൽ ഇബാദ്. തീർച്ചയായും അള്ളാഹുവിന് ചില അടിമകളുണ്ട്. സമ്പത്ത് ആകുന്ന അനുഗ്രഹം നൽകി അള്ളാഹു ആ അടിമകളെ സവിശേഷം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അള്ളാഹു സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെയല്ല നൽകിയിട്ടുള്ളത്. ചില ആളുകൾക്ക് കൂടുതലായും, ചില ആളുകൾക്ക് വളരെ കൂടുതലായും, ചില ആളുകൾക്ക് വളരെ കുറഞ്ഞ തോതിലുമൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹു ചില അടിമകളെ വലിയ അനുഗ്രഹങ്ങൾ നൽകി, സമ്പത്ത് നൽകി തെരഞ്ഞെടുത്ത ചില അടിമകളുണ്ട്. യുഖിറുഹും ഫീഹ മാ ബദലുഹ. ആ സമ്പത്ത് അവരവന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന കാലത്തോളം അള്ളാഹു അത് അവരിൽ സ്ഥിരപ്പെടുത്തി കൊടുക്കും. അവന്റെ ആവശ്യങ്ങൾക്ക്, ദീനിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞതുപോലെ ആ സമ്പത്ത് ചെലവഴിക്കുന്ന കാലത്തോളം അള്ളാഹു അത് അവരിൽ സ്ഥിരപ്പെടുത്തി കൊടുക്കും. അതേസമയം ഫൈദ മനഊഹ, അവരത് വിലക്കുകയാണെങ്കിൽ, അള്ളാഹ് പറഞ്ഞതുപോലെ അവൻ കൊടുത്ത സമ്പത്ത് കൊണ്ട് അവർ വിനിയോഗിക്കുന്നില്ലെങ്കിൽ നസഅഹാമിനുഹും, ആ സമ്പത്തിനെ അവരറിയാതെ അള്ളാഹു അവരിൽ നിന്ന് ഊരിയെടുക്കും. ഫഹവ്വലഹ ഇലാ ഗൈരിഹിം, അവരല്ലാത്ത മറ്റുള്ളവരിലേക്ക് അള്ളാഹു അതിനെ മാറ്റിക്കൊടുക്കുമെന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ഹദീസ് മുഅ്ജമുൽ ഔസത്ത് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ സമ്പത്ത്
അള്ളാഹയാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഉടമാവകാശമുള്ളവൻ. അതിന്റെ പ്രതിനിധികളായിട്ടാണ് അള്ളാഹു മനുഷ്യരെ സംവിധാനിച്ചിട്ടുള്ളത്. ആ പ്രാതിനിധ്യം കൃത്യമായി ഉപയോഗപ്പെടുത്താതെ, അതല്ലെങ്കിൽ അവൻ പറഞ്ഞതുപോലെ ചെലവഴിക്കാതിരുന്നാൽ അള്ളാഹു നമ്മിൽ ഏൽപ്പിച്ച സമ്പത്ത് നമ്മൾ അറിയാതെ മറ്റുള്ളവരിലേക്ക് അത് മാറ്റിക്കൊടുക്കുമെന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് മാറ്റുക എന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു സക്കാത്ത് കൊടുക്കാതെ, അതല്ലെങ്കിൽ അള്ള പറഞ്ഞ രൂപത്തിൽ അതിനെ കൃത്യമായി വിനിയോഗിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെയോ അവന്റെ സമ്പത്തിന്റെ വലിയ ഒരു വിഹിതം മറ്റുള്ളവരിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. അവിടെയാണ് ഐച്ഛിക ദാനത്തിന്റെയും പ്രാധാന്യം ഇസ്ലാം ഉത്ബോധിപ്പിക്കുന്നത്. അസ്വദഖത്തു റദ്ദുൽ ബലായ, തീർച്ചയായും സ്വതക്ക എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പരീക്ഷണങ്ങളെ തടയിടുന്ന കാര്യമാണ് എന്ന ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത് സ്വതക്ക എന്ന് പറയുമ്പോൾ ഐച്ഛിക ദാനമാണ്. അപ്പൊ നിർബന്ധിത ദാനം തന്നെ കൊടുക്കാതെ ഒരാള് സമ്പത്ത് തന്റേതാണെന്ന് മാത്രം അവകാശപ്പെട്ടുകൊണ്ട് കാത്തിരുന്നാൽ അതേത് സമയവും നമ്മിൽ നിന്ന് ഊരിയെടുക്കാൻ പടച്ച റബ്ബിന് കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളൊരു കച്ചവട സ്ഥാപനം നടത്തുമ്പോൾ വളരെ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് പറയാം, ഇതെന്റെ അധ്വാനം കൊണ്ടാണ്, ഇതെന്റെ സമ്പത്താണ്, എൻ്റെ വിയർപ്പൊഴുക്കിക്കൊണ്ടുള്ള വലിയ അധ്വാനം കൊണ്ടാണ് ഇത്രയും അഭിവൃദ്ധിയിലെത്തിയത് എന്നൊക്കെ നമ്മൾ പറയാൻ സാധിച്ചാലും അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. മുഖല്ലിബുൽ ഖുലൂബായ, ഹൃദയങ്ങളെ നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കുന്ന റബ്ബുണ്ട്. ആ റബ്ബാണ് ജനങ്ങൾ ആ സ്ഥാപനങ്ങളിലേക്ക് തിരിക്കുന്നതും അവിടെ ആളുകൾ കസ്റ്റമേഴ്സ് അവിടെ വരുന്നതും പർച്ചേസ് ചെയ്യാൻ തോന്നിപ്പിക്കുന്നതും സംതൃപ്തിയോടുകൂടെ തിരിച്ചു മടങ്ങുന്നതും. അങ്ങനെ വരുമ്പോഴാണ് ആ സ്ഥാപനം അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ മുഖല്ലിബുൽ ഖുലൂബായ അല്ലാഹു തആലയ്ക്ക് ഏത് സമയത്തും ഒരു സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാനും തളർത്താനും ഒക്കെ കഴിയുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഏതായാലും സക്കാത്തുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിച്ചു മനസ്സിലാക്കുകയും നമ്മൾ കൂടുതലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളുടെയും അതുപോലെ അക്കൗണ്ടുകളിലോ മറ്റോ ഒക്കെ നിക്ഷേപമായിട്ടുള്ള ക്യാഷിന്റെയും ഒക്കെ സക്കാത്ത് വർഷാവർഷം കൃത്യമായി അവകാശികളെ കണ്ടെത്തിക്കൊണ്ട് തന്നെ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൊടുക്കാനുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ വളരണം. അതിന് കൃത്യമായി അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കച്ചവട സ്ഥാപനങ്ങളുടെ ഒക്കെ സക്കാത്തിന്റെ കാൽക്കുലേഷൻ എടുത്ത് വലിയ സംഖ്യയൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു വർഷത്തിൽ ഇത്രയും സംഖ്യ പാവപ്പെട്ടവർക്ക് അവകാശമാണെന്ന തിരിച്ചറിവോടുകൂടെ കഴിയുന്നത് വളരെ പെട്ടെന്ന് കൊടുത്തു വീട്ടുകയും ബാക്കിയുള്ളത് വർഷങ്ങളിൽ പല ഘട്ടങ്ങളിലായി സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ സക്കാത്ത് എന്ന ഉദ്ദേശാർത്ഥം തന്നെ കൊടുത്തു വീട്ടിക്കൊണ്ട് പൂർത്തീകരിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നാം പറയുന്ന വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ചിന്തകളിലൊക്കെ വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ് വിവിധ മക്ബറകളിൽ കഴിയുന്നവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും അള്ളാഹുവിന്റെ മിസ്ലു സവാബ് എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളിലും കച്ചവടങ്ങളിലും ഒക്കെ അള്ളാഹു ഉപജീവന മാർഗങ്ങളിലൊക്കെ നല്ല അഭിവൃദ്ധിയും ബറക്കത്തുണ്ടെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.